എപ്പോഴേലും വിചാരിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർ എത്ര ജോലി ചെയ്താലും രാത്രിയും രാവിലെയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലും ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലെങ്കിൽ വെൽത്ത്, കാശ് സമ്പാദിക്കാൻ ഒരു തടസ്സം. പക്ഷേ ചില ആൾക്കാർ ഒരുപാട് വർക്കൊന്നും ചെയ്യാണ്ട്, ഒരുപാട് ഹാർഡ് വർക്കൊന്നും ചെയ്യാണ്ട് ചെയ്യുന്ന ജോലി തന്നെ നോർമലി ചെയ്യുമ്പം അവർക്ക് എപ്പോഴും ഭയങ്കര പ്രോഫിറ്റ്, ഒരുപാട് കാശ് വരുന്നുണ്ട്, അവർ ഭയങ്കരമായിട്ട് റിച്ച് ആവുന്നുണ്ടെന്നൊക്കെ. അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമോ? ബിക്കോസ് നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുക, ഒരുപാട് നമ്മൾ സാക്രിഫൈസസ് ചെയ്ത് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് പഠിച്ച് പ്രൊമോഷൻസൊക്കെ വാങ്ങിക്കുമ്പം നമ്മൾ നല്ല നിലയിലെത്തുന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫ് ശരിക്കും ഒരു നല്ല ജോലി കിട്ടാനാണോ അതോ കുറേ കാശുണ്ടാക്കാനുള്ളൊരു രീതിയിലാണോ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ? അതറിയാനുള്ളൊരു സീക്രട്ട് ആസ്ട്രോളജി, അതായത് ജ്യോതിഷത്തിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹായ്, ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്ത്, കുറച്ച് നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റിയിൽ സക്സസിൻ്റെ ഒരു ഡെഫിനേഷൻ, ഒരു നല്ല നല്ല എഡ്യൂക്കേഷൻ, നല്ല ജോലി, പിന്നെ നല്ല റെപ്യൂട്ടേഷൻ, സമയമാകുമ്പം പ്രൊമോഷൻ, ഹാർഡ് വർക്ക്, അതൊക്കെയാണ് സക്സസിൻ്റെ ഒരു ഡെഫിനേഷൻ. പക്ഷേ ശരിക്കും ജ്യോതിഷത്തിൽ സക്സസ് രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഇവിടെ വെൽത്ത്, അതായത് ഫൈനാൻസസ് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ കരിയർ. അപ്പം രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ജാതകത്തിൽ എന്താണോ എഴുതിയത് നമ്മളത് ആദ്യമേ അറിയുവാണെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർ ഒരുപാട് ഹൈ പെയ്ഡ് ജോലി ആയിരിക്കില്ല ചെയ്യുന്നത്, ഭയങ്കര ബേസിക് ആയിട്ടുള്ള ജോലി ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ അവർ ഇൻവെസ്റ്റ്മെൻറ്റ്സും അവർ ഒരുപാട് ബിസിനസ് റിസ്ക് ഒക്കെ എടുക്കുമായിരിക്കും. അപ്പം ആ റിസ്ക് എടുക്കുമ്പം അവർക്ക് ചില സമയത്ത് നല്ല പ്രോഫിറ്റ് കിട്ടും, നല്ല ഗെയിൻ കിട്ടും. അപ്പം ചെയ്യുന്ന ജോലി നോർമൽ ബിലോ ആവറേജ് ജോലി ആണെങ്കിൽ പോലും അവർ ഫൈനാൻഷ്യലി ഫ്രീ ആണ്, അവർ ഭയങ്കരമായിട്ട് വെൽത്തി ആയിരിക്കും. അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് കാര്യമെന്ന് നോക്കാം. ജ്യോതിഷത്തിൽ 4 ഭാവം, അതായത് 4 ഹൗസസ് ആണ് ഇത്. നമ്മുടെ ലൈഫ് കരിയർ ഫോക്കസ്ഡ് ആണോ അതോ ഫൈനാൻഷ്യൽ ഫ്രീഡം ആണോ എയിം ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ജാതകത്തിൽ 12 ഭാവം, അതായത് 12 ബോക്സസ് ആണ് ഉള്ളത്. അപ്പം ഓരോ ഭാവമാണ് ഓരോ പാർട്ട് ഓഫ് നമ്മുടെ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം അതിൽ രണ്ടാമത്തെ ഹൗസ്, അതായത് രണ്ടാമത്തെ ഭാവമാണ് വെൽത്ത്, അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സമ്പത്ത്, അതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് ഹൗസ്, അതായത് രണ്ടാമത്തെ ഭാവം സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് സമ്പത്ത് നമുക്ക് കിട്ടും. അത് എന്തെങ്കിലും രീതിയിലാവാം. ഇപ്പം നമുക്ക് എവിടുന്നെങ്കിലും ഒരു ലോട്ടറി അടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി ജനറേഷണൽ വെൽത്തായിട്ട് കിട്ടാം. ഇപ്പം നമ്മുടെ ജോലി നല്ലതാവണമെന്നില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ ആണ്, സ്റ്റേബിൾ ആണ്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു പ്രോസസ്സ് നടക്കും. രണ്ടാമത്തെ ഭാവം, അതായത് സെക്കൻഡ് കാര്യമാണ് നമ്മുടെ 6th ഹൗസ്. അപ്പം ആദ്യത്തെ ആയിരുന്നു വെൽത്ത്, അതായത് രണ്ടാമത്തെ ഭാവം. സെക്കൻഡ് ഹൗസ് ആയിരുന്നു വെൽത്ത്. ഇനിയാണ് 6th ഹൗസ്. 6th ഹൗസ് ആണ് നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ജോലി. അപ്പം 6th ഹൗസ്, 6th ഭാവം സ്ട്രോങ് ആയിരിക്കുന്ന ആൾക്കാർക്ക്
നല്ല സ്ട്രോങ്, നല്ല സ്റ്റേബിൾ ജോലിയായിരിക്കും. ഇപ്പം അവർക്ക് ഗവൺമെൻറ് എംപ്ലോയി ആവാം, കോർപ്പറേറ്റ് ആണെങ്കിലും അവർ നല്ല പൊസിഷനിലായിരിക്കും. അവർക്ക് നല്ല ഒരു ടെൻഷനും ഇല്ലാണ്ട് രാവിലെ പോയി രാത്രി ജോലി ചെയ്ത് വരാം, നല്ല പ്രൊമോഷനൊക്കെ കിട്ടും. പക്ഷേ അവർക്ക് ഫൈനാൻഷ്യലി അവർ ഫ്രീ ആയിരിക്കില്ല, ഫൈനാൻഷ്യലി അത്രയും അവർക്ക് സ്റ്റേബിൾ ആയിരിക്കില്ല. മേ ബി ബിക്കോസ് അവർക്ക് വീട്ടിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഏൺ ചെയ്യുന്നത് ഇനഫ് ആയിരിക്കത്തില്ല. അപ്പം അവരുടെ ജാതകം ഈസ് കരിയർ ഫോക്കസ്ഡ്, അതായത് ജോലി സ്റ്റേബിളാണ്, പക്ഷേ വെൽത്ത്, അതായത് കാശുണ്ടാക്കാൻ സമയമെടുക്കും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ 10ാമത്തെ ഭാവം, അതായത് 10ാമത്തെ ഹൗസ്. അതാണ് നമ്മുടെ സ്റ്റേറ്റസ്, റെപ്യൂട്ടേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പം ചില ആൾക്കാർ നല്ല ജോലി ആയിരിക്കില്ല, ഇല്ലെങ്കിൽ നന്നായിട്ട് അത്രയും പഠിച്ചിട്ടുണ്ടാവില്ല, അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. പക്ഷേ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും, നല്ല സ്റ്റാറ്റസ് ആയിരിക്കും അവർക്ക്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങളായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ചില പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും അല്ലേ. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിരിക്കും. അപ്പം അവർക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാവും. പക്ഷേ അവരുടെ വെൽത്ത് അത്രയും നല്ലതായിരിക്കില്ല, അവർക്ക് ഫൈനാൻഷ്യലി അവർ അത്രയും സ്റ്റേബിൾ ആയിരിക്കില്ല. പ്ലസ് അവർക്ക് ജോലിയും അവരുടെ സ്റ്റേബിൾ ജോലി ആയിരിക്കില്ല. അപ്പം 10th ഹൗസ് സ്ട്രോങ് ആയിരിക്കുന്ന ആൾക്കാർ ചിലപ്പം പൊളിറ്റീഷ്യൻസ് ആവാം, ഗവൺമെൻറ് ഓഫീസേഴ്സ് ആവാം, അങ്ങനെ റെപ്യൂട്ടഡ് ആൾക്കാരാവാം. പിന്നെ 4ാമത്തെ കാര്യം, അതായത് നമ്മുടെ 11th ഹൗസ്, 11ാമത്തെ ഭാവമാണ് നമ്മുടെ ഗെയിൻ, നമ്മുടെ പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം ഒരാളുടെ 11th ഹൗസ് സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നോർമൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല, ഇപ്പം അല്ലെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോർമൽ പോകുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ബോണസ്, ഈ നോർമൽ സാലറി അല്ലാണ്ട് കിട്ടുന്ന കാര്യങ്ങൾ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം 11th ഹൗസ് സ്ട്രോങ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രോഫിറ്റ്സ് ആയിരിക്കും. ഇപ്പം അവർ റിസ്ക് എടുക്കാൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പം ഇൻവെസ്റ്റ് ചെയ്യാനും, അപ്പം സമയത്ത് അവർക്ക് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടും. അപ്പം ഈ 4 ഭാവമാണ് നമ്മുടെ ജാതകത്തിൽ നമ്മൾ കരിയർ ഫോക്കസ്ഡ് ആണോ, നമുക്ക് നല്ല ജോലിയാണോ നമ്മൾ എയിം ചെയ്യുന്നത്, അതോ ഫൈനാൻഷ്യൽ ഫ്രീഡം, ഇല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റസ്, അതാണോ നമ്മൾ എയിം ചെയ്യുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പം അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഒരുപോലെയല്ല. ചില ആൾക്കാർ ഭയങ്കര ഫേമസാണ്, ചില ആൾക്കാർ ഭയങ്കര റിച്ചാണ് അല്ലേ. പക്ഷേ ചില ആൾക്കാർ ഭയങ്കര സ്റ്റേബിൾ ജോലി, അവർക്ക് ഒരിക്കലും ജോലിയെ പറ്റി വറി ചെയ്യണ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ചില ആൾക്കാർ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, ബിക്കോസ് അവർക്ക് അത്യാവശ്യം നല്ല ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങളുടെ ജാതകം എന്താണ് പറയുന്നത്? അപ്പം നമുക്കിത് ആക്ച്വലി ഈ ഹൗസസ്, ഈ ഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് CEO, ഒരു സൈഡിലൊരു ഭയങ്കര ഹാർഡ് വർക്കിംഗ് CEO, മറ്റൊരു സൈഡിലൊരു ഭയങ്കര ഒരു കൂളായിട്ടുള്ളൊരു ഇൻവെസ്റ്റർ. അപ്പം രണ്ടാൾക്കാരെയും സെയിം സമയത്ത് എന്താ പറയുക, ജോലി ചെയ്യാൻ നമ്മൾ വിടുവാണെങ്കിൽ ഈ CEO, ഈ ഹാർഡ് വർക്കിംഗ് CEO രാവിലെ മേ ബി 4 മണിക്ക് എണീറ്റ് വർക്ക് ചെയ്ത് മീറ്റിങ്സൊക്കെ ജോയിൻ ചെയ്ത് എല്ലാം ചെയ്ത് മേ ബി രാത്രി 12 മണി 1 മണിക്കൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഒരുപാട് ട്രാവൽ ഉണ്ടാവാം, ഒരുപാട് ബിസി സ്കെഡ്യൂളായിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് കിട്ടാൻ പോകുന്ന വെൽത്ത് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും അല്ലേ. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ നമ്മുടെ കൂളായിട്ടുള്ള ഇൻവെസ്റ്റർ, അയാളുടെ അടുത്തുള്ള കാശ് അയാൾ കറക്റ്റ് ടൈം ആകുമ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തു. പെട്ടെന്ന് ചിലപ്പം മേ ബി അയാൾക്ക് അറിയുമായിരിക്കും, പക്ഷെ അയാൾക്ക് കിട്ടാൻ പോകുന്ന ഗെയിൻസ് ഇപ്പം ഒരു 10 times 20 times ഒക്കെ ആയിരിക്കും. അപ്പം സെയിം ടൈം ജോലി ചെയ്ത 2 ഡിഫറെൻ്റ് ആൾക്കാർക്ക്
പ്രോഫിറ്റ് കിട്ടുന്നത് വേറെ രീതിയിലാണ് അല്ലേ. അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്താണ് നമ്മുടെ ജാതകം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ബിക്കോസ് ചില സമയത്ത് നമ്മളിപ്പം കരിയർ ഫോക്കസ്ഡ് ആണെങ്കിൽ, നമുക്കിപ്പം നല്ലൊരു ജോലി വേണമെന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കണമെങ്കിൽ, പക്ഷെ ചിലപ്പോൾ നമ്മുടെ ജാതകത്തിൽ അതായിരിക്കത്തില്ല. നമ്മുടെ ജാതകത്തിൽ നമ്മൾ റിസ്ക് എടുത്താലായിരിക്കും നമ്മൾ നല്ലൊരു നിലയിലെത്തുന്നത്. അപ്പം അത് നമ്മൾ തന്നെ ആ ജാതകം റീഡ് ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ടും നമുക്ക് അവിടെ എത്താൻ പറ്റാത്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഈ 4 ഭാവത്തിൽ ഏത് ഭാവത്തിലാണ് നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന്. അപ്പം ചില ആൾക്കാർക്ക് ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. അവരാണ് ഏറ്റവും ലക്കിയസ്റ്റ് ആൾക്കാർ. അതായത് അവർക്ക് ഒരുപാട് ഹാർഡ് വർക്കും ചെയ്യേണ്ട, പക്ഷേ അവർക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും. അപ്പം അവരാണ് ഏറ്റവും ലക്കിയസ്റ്റ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം എടുത്ത് ഓരോ ഭാവം, അതായത് 2nd ഹൗസ്, 6th ഹൗസ്, 10th ഹൗസ്, 11th ഹൗസ്, ഇതിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം സ്ട്രോങ് എന്ന് പറയുമ്പം ആ ഗ്രഹങ്ങളാണ് നിങ്ങളുടെ ഈ ഭാവത്തിൽ 2nd ഭാവം, 6th, 11th, 10th, 11th, ഈ 4 ഭാവത്തിൽ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീൽഡായിരിക്കും സ്ട്രോങ്. ഇപ്പം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇപ്പം ആ ഒരു ഭാവം സ്ട്രോങ് അല്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ, ഇപ്പോൾ കരിയർ അല്ല നമ്മുടെ ഫോക്കസ്, ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ 6ാമത്തെ ഭാവം ഡെയിലി ജോലി, എന്താ പറയുക, ഇന്നും ചെയ്യുന്ന ജോബ്, അതല്ല നമ്മുടെ സ്ട്രോങ്. അത് വീക്കായിട്ടിരിക്കുവാണെങ്കിൽ പിന്നെ നമ്മളൊരു പുതിയ ജോലിക്ക് വേണ്ടി എന്താ പറയുക, സെർച്ച് ചെയ്യാൻ പോവില്ല, പരിശ്രമിക്കില്ല അല്ലേ. നമ്മളപ്പം എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പം ഇത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ജാതകം എടുത്തു വെച്ച് അത് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ദ ഹോൾ പോയിന്റ് ഈസ്, നമ്മുടെ ജാതകം നമ്മളൊരു ഫ്രണ്ടായിട്ട് നോക്കിയിട്ട് ഇതിൽ അയ്യോ ദോഷമുണ്ടല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കാണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ ഏത് ഭാവമാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടിരിക്കണേന്ന് പറയൂ, കമൻസിൽ പറയൂ. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.